ഹായ് ഗായ്സ്, നിങ്ങൾക്ക് പുസ്തകങ്ങൾ ബുക്സ് കിട്ടിയോ? എനിക്ക് കിട്ടി. ഇതാണ് എൻ്റെ നോട്ട്സ്. ഹിന്ദി, മലയാളം കാണിച്ചുതരാം. ഭയങ്കര എക്സൈറ്റഡാണ്. ഇക്കൊല്ലം എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഇത് എക്സാം നോട്ട്സ് ആണ്, ക്ലാസ് ടെസ്റ്റിൻ്റെ നോട്ട്സ് ആണ് കേട്ടോ. നോട്ട് എഴുതുക എഴുതാമെന്നൊക്കെ ഇരിക്കുകയാണ്. ഇത് ഇംഗ്ലീഷ് EVS വീക്ക് ഉപയോഗിക്കും ചിലപ്പോൾ കേട്ടോ. പിന്നെ ഇതായിരിക്കും ചിലപ്പോൾ വീക്ക് ഉപയോഗിക്കുക. ഇതൊന്ന് റഫായിട്ടൊന്ന് വീക്ക് നോട്ടായിട്ടാണ് ഉപയോഗിക്കുക. വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ മീൻസ്. പിന്നെ അത് രണ്ട് ഹിന്ദി ബുക്കാ. ഈശ്വര, എന്തത് ഇല്ലാതെ പണി കേട്ടു. അതൊന്ന് വെക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഇംഗ്ലീഷാണ്. എടാ, ഇംഗ്ലീഷ് മാത്സ് ഒക്കെ വേറെ വേറെ കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്സ് EVS ഒരു ബുക്കിലായിരുന്നു. ഇതാ മാത്സ് ആണ്, മാത്തമാറ്റിക്സ് ആണ്. EVS നല്ല എഴുതിണ്ടാവുന്നു. EVS ആണ്. ഗ്രാമർ ആൻഡ് വർക്ക് ഷീറ്റ്. VE വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. കമ്പ്യൂട്ടർ. കേഴ്സീവ് ഞാൻ കാണിച്ചു തരാൻ നിൽക്കുമായിരുന്നു. നോക്കുക, കുറച്ച് ഭയങ്കര ടഫാണ്. മലയാളം പാഠപുസ്തകം. പിന്നെ ആർട്ട് ഭയങ്കര സിമ്പിളാട്ടോ. ഞങ്ങൾക്ക് ആർട്ടിൻ്റെ പുസ്തകം കൊല്ലം കൂടെ ഉള്ളൂ. അക്ഷരവിദ്യയാണിത്, മലയാളത്തിൻ്റെ കേഴ്സീവ് പോലത്തെ. ഇത് 7ാം ക്ലാസ് ഇങ്ങനത്തെ ടൈപ്പ്. കത്രോളം അങ്ങനെ നല്ലതായിരുന്നു, കഴിഞ്ഞാൽ അങ്ങനെ നല്ലതായിരുന്നു. ഇത് മാത്സിൻ്റെ ബുക്കാട്ടോ, കാഞ്ചനാണ് വിട്ടുപോയതാണ്. ഇതിലാണ് നമ്മൾ മാത്സ് ചെയ്തത്. ഇനി എൻ്റെ യൂണിഫോമിൻ്റെ ക്ലോത്ത് കണ്ടേ. ഇതാണ് എൻ്റെ യൂണിഫോം ക്ലോത്ത്, കാണിച്ചു തോന്നുന്നു. ഇത് കളറിൻ്റെ ഉടുപ്പ്, കളർ ടീഷർട്ട്, വൈറ്റിൻ്റെ ടീഷർട്ട്. കാണിക്കാത്തത് ക്ലോത്താണ്. അടുപ്പിച്ചിട്ട് വേണം. സോ ബൈ, സീ യു ലേറ്റർ ഗായ്സ്. അപ്പം ഇനി നിങ്ങളുടെ ബുക്സൊക്കെ കിട്ടിയോ ഒന്ന് പറയുക. ഞാൻ പോട്ടെ, ബൈ. സ്കൂളൊക്കെ തുറക്കാറായില്ലേ? പണിയൊക്കെ തുടങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങാൻ പോവല്ലേ? വളരെ എക്സൈറ്റഡ് അല്ലേ സ്കൂളിലേക്ക് ഇനി പോവാൻ? പുതിയ ബാഗ്, പുതിയ ബോക്സ്, എല്ലാം പുതിയതല്ലേ? അപ്പോൾ ഇതാട്ടെ റിബൺ. സോ ബൈ.